ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ ബിറ്റ് കോയിൻ ഹാവിങ്ങിന് ശേഷം മാർക്കറ്റിൽ എന്താണ് സംഭവിക്കാറ് എന്നറിയാനായിട്ട് വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടാവും. ഇന്ന് നമ്മുടെ ബിറ്റ് കോയിൻ ഹാവിങ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് മാർക്കറ്റിൽ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ മൊഗാലാൻഡ് എന്ന് പറഞ്ഞുള്ള പുതിയൊരു പ്രൊജക്റ്റ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുന്നുണ്ട്. അവരുടെ എയർ ഡ്രോപ്പിനെ കുറിച്ചും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളുടെ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ബിറ്റ് കോയിൻ്റെ പ്രൈസിൽ നിന്ന് തന്നെ തുടങ്ങാം. കറൻ്റ് ഏകദേശം ഒരു $64,000 അടുപ്പിച്ചാണ് ഇപ്പം ബിറ്റ് കോയിൻ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും വളരെ കാലം കൊണ്ട് കാത്തിരുന്നത് പോലെ തന്നെ ഇന്ന് ബിറ്റ് കോയിൻ ഹാവിങ് വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ബേസിക്കലി ഓരോ ബിറ്റ് കോയിൻ ഹാവിങ് കഴിയുമ്പോഴും എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് മാർക്കറ്റിലേക്ക് റിലീസ് ആവുന്ന ബിറ്റ് കോയിൻ്റെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കുറയുന്നത് കൊണ്ട് തന്നെ ബിറ്റ് കോയിൻ്റെ സപ്ലൈ കുറയുകയും അതുപോലെ തന്നെ ഡിമാൻഡ് കൂടുകയും അതിന് അനുസരിച്ച് ബിറ്റ് കോയിൻ്റെ പ്രൈസ് കൂടുന്ന കാഴ്ചയാണ് നമ്മൾ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഹിസ്റ്റോറിക്കലി ഓരോ 4 വർഷം കഴിയും തോറും ബിറ്റ് കോയിൻ്റെ ആ ഒരു ഹാവിങ് നടക്കുന്ന സമയത്ത് എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കഴിഞ്ഞ ഹാവിങ്ങുകൾ എടുത്ത് നോക്കാം. ഈ ഒരു ചാർട്ടിൽ നമ്മൾ ആ ഒരു ലൈൻ വരച്ച ഭാഗമാണ് നമ്മുടെ ഹാവിങ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഹാവിങ് നോക്കൂ, ആ ലൈൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നും ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ ഹാവിങ് നോക്കുകയാണെങ്കിലും സെയിം സിനേരിയോ തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഹാവിങ്ങിന് ശേഷം ബിറ്റ് കോയിൻ വീണ്ടും പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം. ഇനി മൂന്നാമത്തെ ഹാവിങ്ങും നോക്കുകയാണെങ്കിൽ സെയിം ആണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് ലൈൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ കറൻ്റ് ഉള്ളത്. സോ ഈ ഒരു ഹാവിങ്ങിന് ശേഷവും ബിറ്റ് കോയിൻ ഈ ഒരു ട്രെൻഡ് തുടരുകയാണെങ്കിൽ നമുക്ക് ബിറ്റ് കോയിൻ്റെ പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. നമുക്കറിയാം, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു ഡംപിൽ അൾട്ട് കോയിൻസും അത്യാവശ്യം നല്ല രീതിയിൽ ഡൗണിലാണുള്ളത്. ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് അവസാനമായിട്ട് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം നല്ല നല്ല പ്രൊജക്റ്റുകളൊക്കെ DCA ചെയ്ത് എടുത്തു വെക്കാനായിട്ടുള്ളത്. സോ ഈ ഒരു അവസരം നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. എപ്പോഴും DCA ചെയ്തിട്ട് നിങ്ങൾ നല്ല നല്ല പ്രൊജക്റ്റുകളിൽ എൻട്രി എടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. എൻ്റെ കേസ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതെൻ്റെ ഫസ്റ്റ് ഹാവിങ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്ന പുതിയ പ്രൊജക്റ്റിനെ പരിചയപ്പെടാം. മൊഗാലാൻഡ് എന്നാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പേര്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേയധികം ഫീച്ചേഴ്സോട് കൂടി വരുന്ന ഒരു പ്രൊജക്റ്റാണിത്. ആക്ച്വലി ഈ ഒരു മൊഗാലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം ഒരു പ്ലേ ടു ഏൺ മോഡലിലാണ് ഇവർ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുണ്ട്. ബേസിക്കലി ഈ ഒരു ഗെയിമിൽ നമുക്ക് ഗെയിം കളിച്ചുകൊണ്ടും ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുമാത്രമല്ല നമുക്ക് ലേൺ ചെയ്തും കൊണ്ടും ഇതിനകത്ത് നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് തന്നെയാണ് ഇത്. ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഫൈനാൻഷ്യൽ ലിറ്ററസി ഉറപ്പാക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവർ പ്ലാറ്റ്ഫോം ഓഫേഴ്സ് എ യൂണിക് വേ ടു ലേൺ അബൌട്ട് ഫൈനാൻസ് ത്രൂ ഹൈപ്പർ ഗെയിമിഫൈഡ് എക്സ്പീരിയൻസ് എന്ന് ഇവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫൈനാൻഷ്യൽ ലിറ്ററസിയാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള ഗെയിമും കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ ആപ്ലിക്കേഷനിലുള്ളത്. ഗെയിംസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഐഡിയ കിട്ടുന്നതായിരിക്കും. സോ വളരെയധികം ഇന്നൊവേറ്റീവ് ആയിട്ടുള്ളൊരു ഐഡിയ ആയിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ ട്വിറ്റർ പേജ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2022 തുടങ്ങിയ പ്രൊജക്റ്റാണ്. ഏകദേശം ഒരു 31.6K ഫോളോവേഴ്സ് ഇപ്പം ഇവർക്ക് ഏകദേശം നേടാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇവരുടെ വൈറ്റ് പേപ്പറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു പ്രൊജക്റ്റ് ഇറക്കിയിട്ടുള്ളതെന്ന്. അതായത് ഫൈനാൻഷ്യൽ ലിറ്ററസി ഈസ് നോട്ട് ടോട്ട് ഇൻ സ്കൂൾ. പറഞ്ഞത് വളരെയധികം ശരിയാണ്. ഫൈനാൻഷ്യൽ ലിറ്ററസിനെ കുറിച്ച് നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ പോലും വ്യക്തമായിട്ട് നമ്മളെയൊന്നും പഠിപ്പിക്കുന്നില്ല. സോ ആ ഒരു കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു ഗെയിം ഇറക്കിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഗെയിമിങ്ങിലൂടെ ആകുമ്പോഴത്തേക്കും എല്ലാ ആളുകൾക്കും പഠിക്കാനും വളരെയധികം എളുപ്പമായിരിക്കും എന്നാണ് ഇവർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ ഗെയിംസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് വളരെയധികം തുടക്കക്കാർക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആവുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവരുടെ ഗെയിമിൻ്റെ ഡെമോ അവരുടെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ തന്നെ അവർ 2-3 ഗെയിംസ് കൊടുത്തിട്ടുണ്ട്. അതിലൊരെണ്ണം നമുക്കിപ്പോൾ ഓപ്പൺ ആക്കി നോക്കാം.
ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഗ്രാഫും അതുപോലെ തന്നെ ചാർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഗെയിം കളിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബൈ ലോ അതുപോലെ തന്നെ സെൽ ഹൈ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗെയിമും കൊണ്ട് തന്നെ അവർ ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഇനി ഇവരുടെ ടോക്കൺ ലോഞ്ച് അതുപോലെ തന്നെ ഇവരുടെ എയർ ഡ്രോപ്പിനെ കുറിച്ച് നമുക്ക് നോക്കാം. ടോക്കണും കാര്യങ്ങളൊന്നും ഇതുവരെ റിലീസായിട്ടില്ല. ഒരുപക്ഷെ ഇവരുടെ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കുന്ന ആളുകൾക്ക് ഇവർ വേണമെങ്കിൽ എയർ ഡ്രോപ്പ് കൊടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവർ പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ ഗെയിം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വെറുതെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. Q4 ഇവർ മോഗ എയർ ഡ്രോപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അഡീഷണൽ സെക്സ് ആൻഡ് ഡെക്സിൽ അവർ ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ എയർ ഡ്രോപ്പ് ക്യാമ്പയിനാണ്. അതിന് മുന്നേ ഇവരുടെ പാർട്ട്നേഴ്സ് ആരാണെന്നും കൂടി ആയിട്ടുള്ള പാർട്ട്ണർ നമുക്കിവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂട്ടബിളും അതുപോലെ തന്നെ സാഗ ഒക്കെയാണ്. സോ കുഴപ്പമില്ലാത്ത ബാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രൊജക്റ്റ് തന്നെയാണ് ഇത്. സ്റ്റിൽ ഇവരുടെ ഒരു എയർലി സ്റ്റേജിൽ തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ആശയം തന്നെയാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. സോ കറൻ്റ്ലി ഇവർ നടത്തുന്ന എയർ ഡ്രോപ്പ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രൂ സീലയാണ്. സീലയിൽ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവരുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. വളരെ വളരെ സിമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അവരുടെ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ ട്വിറ്ററിൽ ഫോളോ ചെയ്യുക, അവരുടെ ടെലഗ്രാം ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ അവർ കൊടുത്തിരിക്കുന്ന ട്വീറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻഗേജ് ചെയ്യുക. അതുമാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ഗെയിം ഈ ഒരു സീലേ പേജുമായിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ഡിവൈസ് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ ഇതിൽ ഗെയിം ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ഗെയിമിൽ കിട്ടുന്ന ഐഡിയും കാര്യങ്ങളൊക്കെ ഇതിൽ ബൈൻഡ് ചെയ്യുക. അതിനുശേഷം എക്സ്പിയും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എത്രത്തോളം എക്സ്പി ഏൺ ചെയ്യാൻ പറ്റുന്നോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടാനായിട്ട് പോകുന്നത്. ഈ ഒരു സീലേ ക്യാമ്പയിൻ്റെ ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. തീർത്തും ഫ്രീ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ. നിങ്ങൾക്ക് വെറും 2-3 മിനിറ്റ് ചിലവിടുകയാണെങ്കിൽ തന്നെ ഇതിനകത്ത് കുറേയധികം കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കൂടുതൽ ടാസ്കുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ മുടങ്ങാതെ എത്രത്തോളം ടാസ്കുകൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നോ അത്രത്തോളം ടാസ്കുകൾ ചെയ്ത് വെക്കുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പിയും കിട്ടും. അതിനനുസരിച്ച് കൂടുതൽ എയർ ഡ്രോപ്പ് കിട്ടുവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ വെയിറ്റ് ലിസ്റ്റിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ജസ്റ്റ് ഇവരുടെ വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം ജോയിൻ വെയിറ്റ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ലിസ്റ്റിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയൊരു പ്രൊജക്റ്റാണ് പരിചയപ്പെട്ടിട്ടുള്ളത്. വളരെയധികം യൂസ് കേസ് ഉള്ളൊരു പ്രൊജക്റ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റിന് കൂടുതൽ അഡോപ്ഷൻ വരുന്നതിനനുസരിച്ച് ഇവരുടെ ഈ ഒരു ടോക്കണും നല്ല രീതിയിൽ വാല്യൂ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ടോക്കൺ ലോഞ്ചിനൊക്കെ ഇനിയും ഒരുപാട് സമയമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ Q4 2024 ഇവരുടെ ടോക്കൺ ലോഞ്ച് ആവാനായിട്ട് പോകുന്നത്. ഒരു പക്ഷേ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു Q4 ഇവർക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് അവരുടെ ഒരു ടോക്കണും അത്യാവശ്യം നല്ല രീതിയിൽ വാല്യൂ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ് ബുൾ റണ്ണിൽ എന്തായാലും ഗെയിമിഫൈ എന്ന് പറയുന്ന ഒരു സെക്ടർ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇതും ഗെയിമിഫൈയിൽ വരുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. നല്ല രീതിയിൽ വരും എന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഫർദർ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരുടെ ട്വിറ്റർ, ടെലഗ്രാം അതുപോലെ തന്നെ ഡിസ്കോഡൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ടെലഗ്രാമിലും പെട്ടെന്നുള്ള അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്വിറ്റർ, ടെലഗ്രാം അതുപോലെ തന്നെ ഡിസ്കോഡ് നിങ്ങൾ മാക്സിമം ഫോളോ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാത്തിൻ്റെയും ലിങ്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിൽ നമുക്കിപ്പം ചെറിയ വാറിൻ്റെയൊക്കെ ഭീതി ഉണ്ടെങ്കിൽ കൂടിയും ബിറ്റ്കോയിൻ്റെ പ്രൈസ് ചെറുതായിട്ട് റിക്കവറായി വരുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് പറ്റുന്നത്. നമ്മുടെയൊക്കെ കഷ്ടകാലത്തിന് ആ ഒരു ഹാവിങ് ഇവൻറ്റ് വരുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധവും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് കൊണ്ടാണ് ഇപ്പം മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിലേക്ക് ഡൗണിലേക്ക് പോയിട്ടുള്ളത്. ഉറപ്പായിട്ടും മാർക്കറ്റ് റിക്കവർ ആവുക തന്നെ ചെയ്യും. പക്ഷേ വാറിൻ്റെ മേലെയുള്ള ഡെവലപ്മെൻറ്റ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു രാജ്യം വേറെ രാജ്യം ഇറാൻ്റെ പക്ഷത്തോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പക്ഷത്തൊക്കെ ചേരുകയാണെങ്കിൽ വാറിൻ്റെ കേസ് വീണ്ടും വോഴ്സ് ആവാനുള്ള പോസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് പുതിയ പ്രൊജക്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതിൻ്റെ എയർ ഡ്രോപ്പ് ക്യാമ്പയിനിലൊക്കെ മാക്സിമം ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ പ്രൊജക്റ്റിൻ്റെ എല്ലാവിധ ഡീറ്റെയിൽസും നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.